ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. എൻ്റെ ഡെയിലി വ്ലോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ കണ്ടാലോ. അപ്പോൾ ഞാൻ എൻ്റെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ടിരിക്കുവാണേ. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല രീതിക്ക് വെയിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് തുണിയൊക്കെ ഒന്ന് കഴുകണം എന്നുള്ള പ്ലാനിങ്ങിലാണ് എണീറ്റത്. അപ്പോൾ കണ്ടറിയാം, കുഞ്ഞുമണി എണീറ്റിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. എണീറ്റപ്പോഴേ നല്ല മൂഡിലായിരുന്നു കേട്ടോ. എനിക്കും നല്ല ജോലിയൊക്കെ ചെയ്യാനുള്ള ഒരു മൂഡൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ നേരെ ആദ്യമേ വന്ന് തുണിയെ കുതിർക്കാൻ വെച്ചിട്ടോ. അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കഴുകിയിടാലോ. അതെ, സോപ്പൊടിയിൽ മുക്കിയേക്കാട്ടോ. അനിയന്മാർ ഇവിടെ സിംബയെ കുളിപ്പിക്കുന്ന ഡ്യൂട്ടിയിലാണ് കേട്ടോ. ഇനി ശനിയാഴ്ച ഇല്ലേ, ഇപ്പൊ ആർക്കും ക്ലാസ് ഒന്നും ഇല്ല. സിംബ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നെ കുളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. തുണിയൊക്കെ കുതിർത്തതിന് ശേഷം ഞാൻ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് എഴുതിട്ടോ. അപ്പൊ ഇന്ന് ഗോതമ്പൂട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മാവൊക്കെ കുഴക്കാൻ കേട്ടോ. ഇവിടെ അങ്ങനെയൊക്കെ പുട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുഞ്ഞുമണിക്ക് ഇവിടെ വാരി കൊടുക്കാണ് കേട്ടോ. കുഞ്ഞുമണി അപ്പൊ കള്ളനോട്ട് നോക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞുമണി ഒരു വീഡിയോ എടുക്കട്ടെ, ഒന്നും കൂടെ നോക്കിയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. ഇവിടെ കുഞ്ഞുമണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടാണ് കേട്ടോ ഈ കുതിര. കുഞ്ഞുമണിക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും ആക്കാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കുക്കറിനകത്താക്കി വെച്ചിട്ട് ഞാൻ നേരത്തെ തുണി കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എനിക്ക് ഏറ്റവും പാടുള്ളതും ഇഷ്ടമില്ലാത്തതായിട്ടുള്ള ജോലിയാണ് കേട്ടോ ഈ തുണി കഴുകൽ. എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് തുണി കഴുകാൻ വേണ്ടിയിട്ട്. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണമെന്നൊക്കെ ഉണ്ട്. സമയമാട്ടെ, സമയം പോലെ വാങ്ങാം. അപ്പോൾ എന്നെ തുണി കഴുകാൻ സഹായിക്കുന്ന ആളെ കണ്ടോ നിങ്ങൾ? ഞാൻ ഇവിടുന്ന് തുണി പിഴിഞ്ഞിട്ട് നീനുവിൻ്റെ കൊടുക്കും കേട്ടോ. അപ്പം നീനു കൊണ്ടുവന്ന് അടുത്ത വെള്ളത്തിനകത്താക്കി ഇടും. ഇത്രയും സ്നേഹനിധിയായ മകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ തുണിയൊക്കെ കഴുകി നീനമ്മയെ കുളിപ്പിച്ചിട്ട് നേരെ കൊണ്ടൊന്ന് കഞ്ഞി കൊടുത്തു കേട്ടോ. കുഞ്ഞുമണിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കറിയാലോ. കുഞ്ഞുമണിക്കും കഞ്ഞി കൊടുത്ത് ഞാനും ഇവിടെ കഞ്ഞി കുടിക്കാൻ കേട്ടോ. കഞ്ഞിയും പിന്നെ ഉപ്പിലിട്ട ലെവലോലിക്കും ഉണ്ട് കേട്ടോ. പല സ്ഥലത്തും പലതാണ് പറയുന്നത്. ഞങ്ങളിവിടെ ലെവലോലിക്കാന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനത്തെ ഞാനിവിടെ കഞ്ഞി കുടിക്കാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിയും പേരും. അതും റേഷൻ കടയിലെ വെള്ളരിയില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒറ്റയ്ക്കിരുന്നാണ് ഫുഡ് കഴിക്കുന്നെങ്കിൽ എനിക്ക് ടി വി കാണണം കേട്ടോ. ഞാനും നീനമ്മയും ഇവിടെ ഇരുന്ന് ടി വി കണ്ടോണ്ടിരുന്ന് കഞ്ഞി കുടിക്കാൻ കേട്ടോ. നീനമ്മ അങ്ങനെ ഇതൊന്നും കാണാറില്ല കേട്ടോ. ഞാനിരുന്ന് കാണുകയാണ് ഇത്. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച കുറച്ച് പച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അത് തോരൻ വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ പച്ചക്ക ഇരുന്ന് അരിയാണ് കേട്ടോ. അങ്ങനെ പച്ചക്കയൊക്കെ അരിഞ്ഞ് അടുപ്പ് വെച്ചതിന് ശേഷം ഞാൻ പിന്നെയും ടി വി കാണാൻ ഇറങ്ങി കേട്ടോ. അപ്പം കുറച്ച് നേരം അത് വേവുന്ന സമയം കൊണ്ട് കുറച്ച് നേരം ഇരുന്ന് ടി വി ആണെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് കുഞ്ഞുമണി ഉണ്ട് കേട്ടോ എൻ്റെ ഇവിടെ മടിയിൽ. കുഞ്ഞുമണി ഇവിടെ പേനയും ബുക്കായിട്ട് ഇരുന്ന് കുത്തിവരിക്കാണ് കേട്ടോ. ഇവിടെ പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടമാണ് ഈ ബുക്ക്, പേന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മതിൽ മൊത്തം കുത്തിവരിച്ചേക്കാണ്. കുഞ്ഞുമണി കൂടുതൽ യൂസ് ചെയ്യുന്ന ഇടത് കൈയാണ് കേട്ടോ. അത് കഴിക്കാനാണെങ്കിലും അത് കണക്കാൻ എഴുതാനാണെങ്കിലും ഒക്കെ. പിന്നെ എല്ലാവരും പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറ്റം വരും എന്നുള്ളത്. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഉള്ള ജാട കാണിക്കലാണ് കേട്ടോ. ഇവിടെ കിടക്കുന്നത്, ഇരിക്കുന്നത്. എനിക്കറിയത്തില്ല, എന്നെ പോലെ തന്നെ ക്യൂട്ട്നെസ് വാരി ഇതറാണ് കുഞ്ഞുമണി. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങൾ ഇതേ ഉറങ്ങാൻ വന്നിട്ടോ. കുഞ്ഞുമണി നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. എനിക്കും ഇനി ഉറങ്ങണം എന്നുള്ള പ്ലാനിങ്ങിലുണ്ട്. ഉറക്കം വന്നാൽ ഉറങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ ഫോണിത്തോണ്ടിരിക്കും. അപ്പൊ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ടാറ്റാ, ബൈ ബൈ, സീ യു, ഉമ്മ.